ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കൂടുതലായി മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രതയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഉന്നതതല യോഗം ചേർന്നു. പകർച്ചവ്യാധി പടർന്ന സാഹചര്യത്തിൽ സ്ക്രാപ്പ് മാലിന്യങ്ങളുടെ കൈകാര്യവും സംസ്കരണവും ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കാൻ വ്യാപാരികൾക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ നിർദ്ദേശം നൽകി. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള പലതരത്തിലുള്ള മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ പ്രശംസനീയാർഹമായിട്ടുള്ളൊരു പ്രവൃത്തിയാണത്. പക്ഷെ അത് കൂട്ടിക്കാനോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് അത് സംസ്കരിക്കുക. അപ്പോൾ നമ്മൾ ബേസിക്കലി നിങ്ങളെല്ലാവരും ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്മാൻഡിൽ ചെയ്ത് സെപ്പറേറ്റഡ് ആക്കിയിട്ട് ഓരോ കമ്പോണൻസ് ആക്കി സെപ്പറേറ്റഡ് ആക്കിയിട്ടാണ് അതാത് അത് മാലിന്യ സംസ്കരണം ചെയ്യുന്ന കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് നമ്മൾക്ക് എങ്ങനെ സംസ്കരിക്കാൻ പറ്റും. അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ട് ഈ പറയുന്ന വസ്തുക്കൾ കൂട്ടിയിട്ട് അതിൽ കൊതുകുകൾ പെരുകുകയും പിന്നെ അല്ലാതെയുള്ള ഹെപ്പറ്റൈറ്റിസും മറ്റുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ നമുക്ക് തടയണം. സ്ക്രാപ്പുകൾ സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥൻ ദിനേശ് എന്നിവർ ക്ലാസ് എടുത്തു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 50ഓളം മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഡെങ്കിപ്പനിയും എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തെത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബീനാമോൾ അധ്യക്ഷയായി. യോഗത്തിൽ ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.